കെ ജെ ഷൈൻ ടീച്ചർക്കെതിരായ അപവാദ പ്രചാരണ കേസിൽ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് പരിശോധന നടത്തുന്നത്. ഗോപാലകൃഷ്ണന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തു. ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ഈ ഗോപാലകൃഷ്ണൻ അവിടെ ഉണ്ടോ? പോലീസിന്റെ പരിശോധന തുടരുകയാണോ? ശരത്ത്, ഗോപാലകൃഷ്ണൻ ആ വീട്ടിലില്ല എന്നുള്ളത് തന്നെയാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. പരിശോധന നടക്കുന്നു. ഏതാനും സമയമായി തുടരുകയാണ് പരിശോധന. പ്രധാനമായും ഈ അപവാദ പ്രചരണത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇത്തരം പോസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിച്ച ഡിവൈസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പരിശോധനയുടെ ലക്ഷ്യം. പറവൂർ SHO ഷോജോ വർഗീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ഒപ്പം എറണാകുളം റൂറൽ സൈബർ പോലീസും ഈ പരിശോധനയ്ക്കൊപ്പമുണ്ട്. ഇരു കൂട്ടരും ചേർന്നാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടെത്തിയാൽ അതൊരു പ്രധാനപ്പെട്ട തെളിവായി പോലീസ് കണക്കാക്കുകയാണ്. പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ആ തെളിവുകളുടെ പിൻബലത്തിലാകും ഇവർക്കെതിരെ നടപടി ഉണ്ടാവുക. ഇതിന് സമാന്തരമായി തന്നെ ഈ ഫേസ്ബുക്കിന്റെ മാതൃസ്ഥാപനമായ മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകിയിരുന്നു. അതായത് ഈ ഇത്തരം അപവാദ പ്രചരണം നടത്തിയവരുടെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ കത്ത് നൽകിയിട്ടുള്ളത്. അതിന് മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് ലഭ്യമാകുന്ന മുറയ്ക്ക് തെളിവുകൾ കൂടുതൽ ശക്തമാകും. അങ്ങനെ ഇപ്പോൾ പ്രതിപട്ടികയിലുള്ള രണ്ടുപേർ, ഈ ഗോപാലകൃഷ്ണനും ഷാജഹാനും, ഈ രണ്ടുപേരെയും അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കൂടുതൽ തെളിവുകൾ ലഭിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനയും. ഒപ്പം ഈ രണ്ടുപേരെ കൂടാതെ കൂടുതൽ പേർ ഇതിൽ പ്രതികളായി വരും എന്നുള്ള സൂചനയും പോലീസ് നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടുതൽ പരിശോധനകൾ പോലീസ് തുടരുകയാണ്. കൂടുതൽ ആരൊക്കെയാണ് ഇത്തരത്തിൽ അപവാദ പ്രചരണത്തിന് കൂട്ടുനിന്നിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ്. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ വീട്ടിലാണ്, CK ഗോപാലകൃഷ്ണന്റെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന. ഗോപാലകൃഷ്ണൻ വീട്ടിലില്ല എന്നുള്ളതുണ്ട്. പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണൻ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ഒളിവിൽ പോയിരിക്കുന്നു. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ അയാളുടെ വീട്ടിൽ പരിശോധന നടത്തുകയാണ്.